1994 മുതൽ സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പോൾ പഠന കോൺഗ്രസ് AKG പഠന ഗവേഷണ കേന്ദ്രം വിളിച്ചു ചേർക്കാറുണ്ട്. കേരളത്തിൻ്റെ നാനാ മേഖലകളെ പഠിക്കുന്ന പണ്ഡിതരും പ്രവർത്തിക്കുന്ന വിദഗ്ധരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം ഒന്നുചേർന്ന് കേരളത്തിൻ്റെ വികസന അജണ്ട എന്തായിരിക്കണമെന്ന് ചർച്ച ചെയ്യുന്ന വളരെ വിപുലമായിട്ടുള്ളൊരു വേദിയാണ് അന്തർദേശീയ കേരള പഠന കോൺഗ്രസ്. VMS ആണ് ആദ്യത്തെ പഠന കോൺഗ്രസ് വിളിച്ചു ചേർത്തത്. അത് കേരളത്തിൻ്റെ വികസനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. അന്ന് മുതൽ 94 മുതൽ ഇന്ന് വരെയുള്ള കേരളത്തെ പരിശോധിച്ചാൽ ഈ പഠന കോൺഗ്രസ്സുകൾ കേരളത്തിൻ്റെ വികസന അജണ്ട നിർണ്ണയിക്കുന്നതിൽ എത്ര സുപ്രധാനമായിട്ടുള്ള പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവും. വന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രകടമാണ്. ഒന്നാം പഠന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അധികാര വികേന്ദ്രീകരണത്തിൻ്റെതായിരുന്നു. ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ കേരളത്തെ ഏറ്റവും ഗാഢമായിട്ട് സ്വാധീനിച്ച ഒരു പരിഷ്കാരമായി ജനകീയ ആസൂത്രണത്തിലൂടെ അധികാര വികേന്ദ്രീകരണം മാറി. അതിൻ്റെ മാറ്റങ്ങൾ, സത്ഫലങ്ങൾ കേരളം ഇന്ന് അനുഭവിക്കുകയാണ്. 2, കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ പിന്നോക്കാവസ്ഥയെ മറികടക്കുന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ പഠന കോൺഗ്രസോട് ഉരുത്തിരിഞ്ഞു വന്നു. ആ ഭാവമാറ്റം ഇന്ന് നമ്മൾ നേരിട്ട് കാണണമെന്ന് ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാവുമ്പോൾ കേരളം മാറിക്കഴിഞ്ഞിരിക്കും. 3, ഒരു വിജ്ഞാന സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പൊളിച്ചെഴുത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. ഗവർണറുടെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടായിട്ടും ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് ഉയരുകയാണ്. അതിവിപുലമായ സ്കിൽ പ്രോഗ്രാം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളം വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ, നിക്ഷേപം ഉയരുന്നു. അങ്ങനെ കേരളം വിജ്ഞാന സമ്പദ്ഘടനയിലേക്കും സമൂഹത്തിലേക്കുമുള്ള പരിവർത്തനത്തിലാണ്. ഈ പരിവർത്തനത്തിൻ്റെ ഇന്നത്തെ ഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഈ പ്രയാണം, ഈ പരിവർത്തനം എത്ര വേഗം പൂർത്തീകരിക്കാൻ പറ്റില്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒരു അജണ്ടയ്ക്ക് രൂപം നൽകാനാണ് പഠന കോൺഗ്രസ്സിലെ ചർച്ചകൾ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അപ്പം ഇന്നത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന വെബ്സൈറ്റിൽ ഒന്ന്, ഈ കഴിഞ്ഞ 4 പഠന കോൺഗ്രസ്സുകളുടെയും എല്ലാ പ്രബന്ധങ്ങളും, അനുബന്ധ സെമിനാറുകളെ പ്രബന്ധങ്ങളും ലഭ്യമാണ്. ഒരു 15,000 പേജ്, അതാണ് എൻ്റെ വലിപ്പം. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പണ്ഡിതരും
ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റു സന്ദർഭത്തിൽ പഠന കോൺഗ്രസിൻ്റെ വേദിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും എല്ലാം ഒരു അക്ഷയഖനിയാണ്. 2, പഠന കോൺഗ്രസ് സംബന്ധിച്ച് EMS നടത്തിയിട്ടുള്ള അവതരണങ്ങൾ, ലേഖനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ സൈറ്റിൽ ലഭ്യമായിരിക്കും. 3-ാമതായിട്ട് പുതിയ പഠന കോൺഗ്രസ്സിന് ഉള്ള രജിസ്ട്രേഷൻ സൈറ്റ് ഉണ്ടാവും. പുതിയ പഠന കോൺഗ്രസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ അറിയിപ്പുകളും ഈ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അവസാനമായിട്ട് ലഭ്യമായിട്ടുള്ള മുഴുവൻ ചിത്രങ്ങൾ, ഫോട്ടോകൾ തുടങ്ങിയവയൊക്കെ ഒരു ഫോട്ടോ ഗാലറിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇന്നിവിടെ സാവു MA ബേബി നാടിന് തുറന്നു കൊടുക്കാൻ വേണ്ടി പോകുന്നത്.